വോട്ടർ പട്ടിക പരിശോധന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. KD അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് എം നേതാക്കളായ ജോയിസ് പുത്തൻപുര, ഡെന്നി കാവാലം, CPI നേതാവ് KR ചന്ദ്രകാന്ത്, CPM നേതാവ് KM ഷാജി, പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ എന്നിവർ പ്രസംഗിച്ചു. സംവിധാനം നമ്മുടെ 1947 സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷമുള്ള എല്ലാ ഗവൺമെൻറ്റുകളും ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഏകാധിപത്യത്തിന് വഴി മാറ്റിക്കൊണ്ട് ഇതുപോലുള്ള തീവ്രത പരിശോധന എന്ന നിലയിൽ വോട്ടർ പട്ടിക അതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ പോലും ചോദ്യം ചെയ്യുവാൻ ഗവൺമെന്റിന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നീട് എല്ലാ ചുമതലയും ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. അവരാണ് തീരുമാനിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതും ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയിലായിരുന്നു. പക്ഷേ ഇന്ന് ഇലക്ഷൻ കമ്മീഷനെ നോക്കുകുത്തി ആക്കിയിരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ആ തെരഞ്ഞെടുക്കുന്ന ബോഡിയെ മാറ്റി കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചീഫ് ജസ്റ്റിസിനെ മാറ്റിക്കൊണ്ട് ഗവൺമെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ വോട്ടർ പട്ടികയുടെ സംവിധാനം മാറ്റിമറിക്കുവാനുള്ള തീവ്രമായ പരിശോധന എന്ന നിലയിൽ ഈ പരിശോധന നടത്തുമ്പോൾ ഇലക്ഷൻ കമ്മീഷനെ മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ പുതിയ പാലത്തിന് സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക്. ആധുനിക സൗകര്യത്തോടു കൂടിയ റൂമുകൾ, പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ. തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം, ചെറുപുഴ.